ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഞാനിതാ സുബൈസ്കാരൊക്കെ കഴിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് സ്കൂളിലെ ദിവസമാണ്, അതുകൊണ്ട് തന്നെ നേരത്തെ അടുക്കളയിൽ കയറും കേട്ടോ. സ്കൂളില്ലെങ്കിൽ പിന്നെ കുറച്ച് വൈകിട്ടൊക്കെയാണ് അടുക്കളയിലേക്ക് വരിക. പുറത്തുതാ എപ്പോഴും നല്ല ഇരുട്ടാണ് കേട്ടോ, വെളിച്ചം വെച്ചിട്ടൊന്നുമില്ല. പിന്നെ അതാ ഞാൻ രാത്രി കിടക്കുമ്പം ചവിട്ടി ഇതേപോലെ ഗ്രില്ലുമൊക്കെ എടുത്ത് വെക്കുക. എനിക്ക് പേടിയാണ് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് കേൾക്കുന്നതല്ലേ, അതും പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോൾ പിന്നെ പാമ്പ് ചവിട്ടിയിൽ വന്ന് കിടക്കുന്നൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി, അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് കേട്ടോ കിടക്കുക രാത്രി. പിന്നെ ഇതാ ഇന്ന് കടലക്കറിയും പുട്ടുമാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. പക്ഷേ അധികം സ്കൂളിലെ ദിവസം ഇങ്ങനെ പുട്ടുണ്ടാക്കാറില്ല കേട്ടോ, കാരണം ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് മക്കൾ ലഞ്ചിനും കൊണ്ടുപോവുക. ഇത് പിന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും മതിയെന്ന്, അതുകൊണ്ട് തന്നെ ഇന്ന് പുട്ടാക്കിയതാണ്. ഇനിയിപ്പോൾ ആദ്യം കടലക്കറി അടുപ്പത്തേക്ക് വെക്കുക. അതിനായിട്ട് തലേ ദിവസം തന്നെ കുതിർത്ത കടല ആദ്യം കടല ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. കല്ലുപ്പാണ് കേട്ടോ ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. ഈ കടലക്കറിയാണ് മക്കൾക്ക് ഇവിടെ കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ അല്ലാതെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, അത് ഞാനിതിന് മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതാണ് എനിക്കൊക്കെ ഒന്നും കൂടെ ഇഷ്ടം. പക്ഷേ മക്കൾക്ക് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഇവിടെ താല്പര്യം. അതുകൊണ്ട് തന്നെ പിന്നെ മക്കളെ താല്പര്യത്തിനനുസരിച്ചാണ് കേട്ടോ കൂടുതലും വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം കടല പുഴുങ്ങിയിട്ട് പിന്നെയാണ് മസാല ഒക്കെ ചേർത്തിട്ട് റെഡിയാക്കി എടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇതാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഇനി ഇതാ കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കടല വേവിക്കാൻ വെക്കാം. ഈ സമയം കൊണ്ട് ഇനി ബാക്കിയുള്ള ഓരോരോ പണികളും ഇങ്ങനെ ചെയ്യും കേട്ടോ. കടല അവിടെ നിന്നിട്ട് വേവട്ടെ. പിന്നെ അതുപോലെ തന്നെ ആ സമയം ഞാൻ പുട്ടിന് പൊടിയും കൂടെ ഉതിർത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ അജ്മീൻ്റെ പുട്ടുപൊടിയാണ് എടുത്തത്. ചോറ് അരച്ചിട്ടും ഞാൻ പുട്ട് റെഡിയാക്കി എടുക്കാറുണ്ട് കേട്ടോ, നമുക്ക് പത്തിരിപ്പൊടിയൊക്കെ വെച്ചിട്ട് അങ്ങും നന്നായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ആ മക്കൾക്ക് കൊണ്ടുപോകാനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്, നെയ്ച്ചോറ് റെഡിയാക്കുന്നുണ്ട്. ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അച്ചു റെഡി ആയിക്കോളൂ കേട്ടോ. അവൾ എണീറ്റ് വന്ന് പല്ല് തേക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരും. പിന്നെ ഫുഡ് കഴിച്ചിട്ട് യൂണിഫോം ഇടുകയാണ് ചെയ്യുക. അതൊന്നും ഞാൻ ചെയ്ത് കൊടുക്കണ്ടേ. ഞാനും മുടി ചീകി കൊടുക്കുക, അതുപോലെ തന്നെ യൂണിഫോം അയൺ ചെയ്ത് കൊടുക്കുക, അത്രയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അവൾക്ക്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. മക്കൾ പോകുന്ന സമയത്ത് മഴ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടാണല്ലോ, അവർ വണ്ടിയിൽ കയറാൻ പോകുമ്പോൾ ഒക്കെ നനയും. ഇപ്പോൾ പിന്നെ മഴക്കാലമായതിനു ശേഷം ചെടി ശ്രദ്ധിക്കൽ കുറവാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ ബാക്ക് പെയിനും കൂടെ വന്നതുകൊണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ ഇതിന് ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അച്ചു അതിൻ്റെ ഇടയിൽ പോയി, അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അവൾ പോയതിന് ശേഷമാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അതിൻ്റെ മുമ്പേ രാവിലെ എണീറ്റ് വന്നാൽ വെള്ളം കുടിക്കും. പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ പോയിട്ടാണ് കേട്ടോ ഇതേപോലെ ചായ കുടിക്കുക. ഇപ്പോൾ ടൈം ഒരു 7:20 ആയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും, ഇന്നിപ്പോൾ ബിസ്ക്കറ്റാണ്, അല്ലെങ്കിൽ ചായൻ്റെ കൂടെ പഴമോ മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് ഷിനു മദ്രസയിട്ട് വന്നിട്ട് അവൾ ആ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ടൊക്കെ പോവുകയാണ്. അപ്പം ഇന്ന് അവൾക്ക് മോർണിംഗ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനീഫ്ക കൊണ്ടാക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഓട്ടോയിൽ പോവുകയാണ് ചെയ്യുക. ഓൾക്ക് 10:30 ക്ലാസ്, 10 മണിക്ക് ഓട്ടോ വരും. പക്ഷേ ഇന്ന് മോർണിംഗ് ക്ലാസ് 9:00 ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിതു പോയിട്ടുണ്ടായിരുന്നു, അതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ആ സമയത്ത് എനിക്ക് ഒക്കെ കൂടി ഒരു തിരക്കായിരിക്കും. നിതു പോകുന്ന സമയത്ത് തന്നെയാണ് ഷീനു മദ്രസയിട്ട് വരിക, അവൾക്ക് ചായ എടുത്തെടുക്കുക, അതേപോലെ തന്നെ അവളുടെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കുക. അതുകൊണ്ട് തന്നെ നിതു പോകുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ നിരന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എനിക്ക് അധികം പാത്രം കഴുകാൻ സമയം കിട്ടില്ല, കാരണം അവരുടെ എല്ലാം റെഡിയാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഏകദേശം അവർ പോയതിന് ശേഷമാണ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുക. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ ഞാൻ ആദ്യം അവർ കിടന്ന് ബെഡൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ എണീറ്റ് വരുമ്പം ഞാൻ പുതച്ച പുതപ്പ് മാത്രമേ എനിക്ക് മടക്കി വെക്കാൻ കഴിയുള്ളൂ. മക്കളൊക്കെ ഒരു 6 മണിക്കല്ലേ എണീക്കുക. ആ സമയത്തേക്ക് പിന്നെ ഞാൻ അടുക്കളയിൽ നല്ല തിരക്കിലായിരിക്കും. പിന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ടൈം കിട്ടില്ല. പിന്നെ അവർ പോയിട്ടാണ് എനിക്ക് ബെഡൊക്കെ നന്നാക്കി വെക്കാൻ കഴിയുക. അങ്ങനെ ഇതാ ആദ്യം ബെഡ്റൂമിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയായിട്ട് അധികം ചെയ്യാറ്. പക്ഷേ ചില ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, എന്നാലും അധിക ദിവസവും ഇങ്ങനെ തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ ആ ബെഡ് ഒക്കെ പുതപ്പൊക്കെ ഒന്ന് മടക്കിയിട്ട് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇനിയിപ്പോൾ ജനവാതിലൊക്കെ ഒന്ന് തുറന്നിടും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടിച്ചു വരാൻ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇതിന് ശേഷം ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക ലഞ്ചിനുള്ള. അപ്പോഴേക്ക് ചോറ് അവിടെ ആവും. അല്ലാത്ത കറികളൊക്കെ ഞാൻ അധികം ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യാറ്. ഈ സമയം പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ സാവധാനം ഓരോന്നായിട്ട് എടുക്കുക ചെയ്യുക. ഇപ്പോൾ ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ എടിപിടിയിൽ നിന്നും പണികളൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാലും ഞാൻ കഴിയുന്നതും മാക്സിമം സ്പീഡാക്കാറുണ്ട്. കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പാർട്ടീഷൻമത്തെ ചെടികളൊക്കെ മാറ്റിയിട്ടൊക്കെ ഒന്ന് തുടച്ചിട്ട്.
കാരണം ഞാൻ പറഞ്ഞില്ല ഈ ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെടികളൊക്കെ മാറ്റിയിട്ടൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അതിനുശേഷം ഇതാ വീണ്ടും വേറെ ചെടികൾ അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കലും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ എന്താ പറയുക ക്ലീനിങ്ങും ഒക്കെ കൂടെ ആയതുകൊണ്ടാണ് കേട്ടോ ചില ഭാഗങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റാത്തത്. അങ്ങനെ ഇതാ ചെടികളൊക്കെ അത്യാവശ്യം അങ്ങോട്ടേക്ക് വെച്ചു. ഇനിയിപ്പോൾ ഈ പാർട്ടീഷനുകളിലെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കുന്നതുകൊണ്ട് തന്നെ വലിയ പൊടികളൊന്നുമില്ല, എന്നാലും ഇപ്പോൾ കുറച്ചൊന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോട്ടോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇതൊക്കെ ഫിദുവിനും നിധുവിനും കിട്ടിയ മൊമെൻറ്റോകളാണ് കേട്ടോ. 10th +2 ഒക്കെ അവർക്ക് കിട്ടിയ മൊമെൻറ്റോസാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് ഞാൻ അതിൻ്റെ മേൽഭാഗവും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഇപ്പോൾ ഇതാ കിച്ചണിലുള്ള ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പും ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇവിടെ. കുക്കിംഗ് മുഴുവനായിട്ട് തീർന്നിട്ടില്ലല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചു വാരലും തുടക്കലൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നുണ്ടോ. എല്ലാം കൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ രാവിലെ നേരത്തെ തന്നെ ഞാൻ പച്ചക്കറികളൊക്കെ തൊലി കളഞ്ഞിട്ട് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പച്ചക്കറിയും പരിപ്പും കൂടെ ഒരുമിച്ചിടുകയാണ് ചെയ്യാറ്. ഇവിടെ എന്താ പറയുക മക്കൾക്കൊക്കെ നന്നായിട്ട് വെന്തോടെയാണ് കേട്ടോ പച്ചക്കറിയൊക്കെ, എന്നാലേ അവർ കഴിക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടന്നാൽ കഴിക്കാൻ മടിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പ് അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഞാൻ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നിന്നത് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ്. ആ സമയം ഞാൻ ചിക്കനും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനിയിപ്പോൾ ഇതാ മുളക് പൊടിയാണ്. എൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇവിടെ ആർക്കും അധികം എരിവ് ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവനായിട്ടും കാശ്മീരി മുളകാണ് പൊടിപ്പിക്കുക. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചപ്പ് പച്ചമുളക് വലിയ ജീരകം തൈര് എല്ലാം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ അരച്ച മസാല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക, അപ്പോഴേ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്കൊരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് പൊരിക്കാൻ സമയം കോൺഫ്ലവർ പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ കുഴച്ചിട്ട് പൊരിച്ചെടുക്കണേ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പൊടികളൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ മുട്ട ചേർക്കാതിരുന്നത്. ഈ സമയമൊക്കെ ആയപ്പോഴേക്ക് നമ്മുടെ സാമ്പാറിൻ്റെ പച്ചക്കറി പരിപ്പൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു. നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം വേണം അതിലേക്ക് നമ്മുടെ പച്ചക്കറി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും ഇങ്ങനെ വറവിട്ടെടുത്താൽ. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് ഈ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതുപോലെ തന്നെ ഈ സമയം ഇതിൽ ഉപ്പ് നോക്കുക. ഇപ്പോൾ ഞാൻ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറി വേവിക്കുമ്പോൾ ചെറിയൊരു കായത്തിൻ്റെ കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ അത് ചേർത്തിട്ടില്ല. അങ്ങനെ ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ സമയം കുറച്ച് ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി സാമ്പാർ അവിടെ നിന്നിട്ട് കുറച്ച് സമയം നന്നായിട്ട് തിളക്കട്ടെ. ആ സമയം ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനിയിപ്പോൾ ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എനിക്കും അനീഫ്ക്കാക്കും മാത്രമല്ല കേട്ടോ ഇപ്പോൾ പൊരിക്കുന്നുള്ളൂ. കാരണം ഫുഡ് കഴിക്കാൻ ഞാനും അനീഫ്ക്കായും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ മക്കൾ വൈകുന്നേരം വരുമ്പോഴേക്കും അതുപോലെ തന്നെ നിധു രാത്രി വരുമ്പോഴേക്കൊക്കെ ബാക്കി പൊരിച്ചെടുത്താൽ മതിയല്ലോ. അപ്പം ചൂടോടെ കഴിക്കും ചെയ്യാം. അങ്ങനെ ഇതാ ചിക്കനൊക്കെ പൊരിച്ചെടുത്ത് ഇനിയിപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ മുട്ട പുഴുങ്ങിയത് കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഉച്ചക്ക് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കും. അല്ലെങ്കിൽ രാവിലെ കഴിച്ചാൽ പിന്നെ ഇതുണ്ടാകാറില്ല കേട്ടോ. അങ്ങനെ എല്ലാം എടുത്തിട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് ഇതിനൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ അച്ചു വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അവൾക്ക് ചിക്കൻ നഗറ്റ്സ് വെച്ചിട്ട് ബർഗറാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. ബണ്ണൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2 ചിക്കൻ നഗറ്റ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇത് മാത്രമേ ഇട്ട് വെക്കുന്നുള്ളൂ. ഞാനിതൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്ക് അച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം കേട്ടോ അച്ചു തല നനച്ച് കുളിക്കുക. സ്കൂളിലെ ദിവസം രാവിലെ മൊക്കനൊക്കെ ഇട്ട് പോകുന്നതുകൊണ്ട് തന്നെ മേലെ എഴുകിയിട്ടാണ് പോവുക. എന്നിട്ട് വൈകുന്നേരം വന്നിട്ടാണ് തല നനച്ച് കുളിക്കാറ്. ഇനിയിപ്പോൾ ശനി വരുമ്പോഴേക്ക് ഏകദേശം 4:45 ആവും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എത്ര എടുത്തിട്ടുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.